കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്തെന്ന് പരാതി. വാഗ്ദാനം ചെയ്ത ജോലി നൽകിയില്ല എന്നും വീട്ടുതടങ്കലിൽ ആണെന്നും പരാതിക്കാരി. ഏജന്റ് ഖാലിദിനെതിരെ പരാതി നൽകിയെന്നും യുവതി. അവള് ഖാലിദ് കാസർഗോഡിന് ഇടുക്കി കട്ടപ്പന ബിൻസി എന്ന് പറയുന്ന ആളെ എന്നെ പരിചയപ്പെടുത്തി എന്നെ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ മാർച്ച് 15-ാം തീയതിയാണ് കുവൈറ്റിൽ വന്നത്. ഇവിടെ വന്ന് 2-3-4 ദിവസം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരെ വീട്ടിലെ ജോലി എങ്ങനെയാണോ ഒരു അറബിയുടെ വീട്ടിൽ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുക, അതിനേക്കായി അപ്പുറമായിട്ട് ഇവരുടെ വീട്ടിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ നമുക്കതിന് സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ എന്നെ ഇവിടെ കൊടുത്തിട്ട് വേറൊരു ഏജൻസിയുടെ റൂമിൽ കൊടുന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവർ പറയുന്നത് ഇവർക്ക് കുവൈറ്റിലെ നിയമം നാട്ടിലെ നിയമമൊക്കെ പുല്ലാണ്, ഒരു വിഷയമല്ല. അതുകൊണ്ട് ഇവന് നമ്മളെ ഭീഷണിപ്പെടുത്തുക അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യക്കടത്താണ്. നമ്മളെ നാട്ടിൽ നിന്ന് എന്നെപ്പോലുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ അറബികൾക്ക് ഇവർ ലക്ഷക്കണക്കിന് കാശ് മേടിച്ചിട്ട് വിൽക്കുകയാണ്. അജിത് ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അജിത്ത്, ഇതുപോലെ ഒരുപാട് പേർ അവിടെ കുടുങ്ങി കിടപ്പുണ്ടോ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഈ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ കുവൈറ്റിലാണോ അതോ നാട്ടിലാണോ ഉള്ളത്? ലക്ഷ്മി പത്മ, നമുക്കറിയാം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകളെ ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തെത്തിക്കുകയും അവിടെ ചെന്നിട്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന ധാരാളം വാർത്തകൾ പുറത്തു വരുന്നൊരു കാലമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ആണ് ഇപ്പോൾ ഫസീലയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതായത് ഫസീല പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മാർച്ചിലാണ് ഫസീല ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത ഇത്തരത്തിൽ 3 പേർ, അതായത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജിജി, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഖാലിദ്, ഇടുക്കിയിലെ കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ബിൻസി എന്നിവർ ചെയ്ത് ഇത്തരത്തിൽ കുവൈറ്റിലെത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഹോം നേഴ്സ് എന്ന നിലയ്ക്ക് താൻ ജോലിക്ക് എത്തിയെങ്കിലും അവിടെ എത്തി ആദ്യം ഈ ഖാലിദുമായി ബന്ധപ്പെട്ട് അവിടെ അയാളുടെ വീട്ടിൽ ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു. അതിന് ശമ്പളം ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നീട് 3-4 അറബികളുടെ വീട്ടിൽ, അത്തരത്തിൽ അവിടുത്തെ സ്വദേശികളുടെ വീട്ടിലേക്ക് തന്നെ ജോലിക്കായി പറഞ്ഞയച്ചു. അവിടെ ജോലിക്ക് എത്തിയതിന് ശേഷവും അവിടെ വലിയ തരത്തിലുള്ള ജോലിയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, പനി ഉൾപ്പെടെ ഉണ്ടായപ്പോൾ മരുന്ന് പോലും നൽകാതെ ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനൊന്നും തന്നെ വേതനം നൽകിയില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ച സമയത്ത് അതിന് പണം നൽകണം, വലിയ തരത്തിലുള്ള പണം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പിന്നീട് ഇപ്പോൾ ഒരു ഏജൻസിയുടെ റൂമിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഇത്തരത്തിൽ ഫസീല പറയുന്നുണ്ട്. വീട്ടുകാർക്കുൾപ്പെടെ അയച്ച സന്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. തൻ്റെ അവസാന സന്ദേശമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ ഏജൻസി ആണെന്നുൾപ്പെടെയുള്ള കാര്യം കൂടിയാണ് ഫസീല പറയുന്നത്. ഏതാണെങ്കിലും വേദനാജനകമായി തന്നെയാണ് യുവതി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കണ്ണ് നിറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ സ്വാഭാവികമായി ഏത് മനുഷ്യനും അത് വേദന ഉണ്ടാക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഏതാണെങ്കിലും സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിഷയത്തിൽ ഇടപെടണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നോർക്ക വഴി അതിൻ്റെ നടപടികളടക്കം തുടങ്ങിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ പരിശോധന അടക്കം വേണമെന്നാണ് ഈ ഫസീല പറയുന്നതനുസരിച്ച്. ഇക്കാര്യത്തിൽ നിയമപരമായ സാധ്യതകൾ തേടുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെയോ ഇവിടുത്തെയോ നിയമം ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല എന്നുൾപ്പെടെയുള്ള ഭീഷണി അടക്കം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അധികൃതർ ശ്രദ്ധയോടെ കാണേണ്ട, കണ്ണ് തുറന്ന് കാണേണ്ട ഒരു കേസാണിത്. ഉടൻ തന്നെ നടപടി പ്രതീക്ഷിക്കുന്നുമുണ്ട്.